നല്ല പഴുത്ത് തുടുത്തിട്ടുള്ള വത്തക്കയാണ് നമുക്ക് കിട്ടിയത്. ഇതിനുള്ളത്തെ ഈ ഒരു കാമ്പൊക്കെ ഇങ്ങോട്ട് എടുക്കുക. കാമ്പൊക്കെ എടുത്ത് മാറ്റി നമുക്ക് തൊലി വേണ്ടല്ലോ, തൊലി കളയല്ലേ. എമ്പടാ എന്നാ ഞാൻ തൊലി കളയണില്ല കേട്ടോ. ഈ തൊലി വെച്ചിട്ടാണ് ഞാനിന്ന് നിങ്ങളാരും സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത ആ ഒരു ഐറ്റം ഉണ്ടാക്കാൻ പോണേ. പുറം ഭാഗത്തുള്ള തൊലിയില്ലേ, ഇത് നമുക്ക് ചെത്തി കളയും. ഇതാണ്ടല്ലേ, ഇതേപോലെ ചെത്തിയിട്ട് നന്നായിട്ട് എടുക്കണം കേട്ടോ. അരിഞ്ഞെടുക്കുക, മൊത്തമായിട്ട് അരിഞ്ഞു കഴിഞ്ഞിട്ടോ. ഇനി ഒരു പാത്രത്തേക്ക് കടലപ്പൊടി ഇട്ട് കൊടുക്കണേ, കുറച്ച് അരിപ്പൊടിയും കൂടി ചേർക്കണേ, കോൺഫ്ലോറും കൂടി ചേർക്കാട്ടോ, ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കണേ, കുരുമുളക് പൊടിയും കൂടി ഇങ്ങനെ ചേർത്തെടുക്കണേ, ഉപ്പ് പാകത്തിന് മതി കേട്ടോ. മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു പൊടിക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇങ്ങനെ കുഴച്ചു കൊടുക്കുക. ഈ ഒരു പരുവാക്കി മാറ്റിയിട്ടുണ്ട്. സ്ലൈസ് ആക്കി വെച്ചിട്ടുള്ള ഈ തണ്ണിമത്തനെ ഓരോന്നായിട്ട് പെറുക്കി ഇങ്ങനെ ഈ ഒരു മാവിലേക്ക് ഇട്ട് കൊടുക്കണേ. രണ്ട് ഭാഗത്തേക്ക് അങ്ങോട്ട് ആക്കി കൊടുക്കാം. ചൂടായി നിൽക്കണ വെളിച്ചെണ്ണയ്ക്ക് അങ്ങോട്ട് ഇട്ടെടുക്കട്ടോ. തിരിച്ചും മറിച്ചിട്ട് ഇങ്ങനെ പൊരിച്ച് ഇങ്ങനെ എടുക്കട്ടോ. ഇതിന്റെ ഒരു സൗണ്ട് കേട്ടില്ലേ, നല്ല കിലിക്കില സൗണ്ട്. അങ്ങനെ സൗണ്ട് ആകുമ്പോൾ നമുക്ക് ഇത് കോരിയെടുക്കാം. എന്താ വെച്ചാൽ ഒഴിവാക്കാനുള്ള കാര്യമൊന്നും ആ വത്തക്കേന്റെ തൊലി എന്ന് പറഞ്ഞാല് അതെടുത്തിട്ട് ഇതേപോലെ ഈ രീതിക്കൊക്കെ ഉണ്ടാക്കി മാറ്റി കഴിച്ചു നോക്കുമ്പോൾ ആരായാലും ഞെട്ടിപ്പോലെ.